പേര് ശോഭ. ഗോഡ്സ് ഗ്ലോറിപ്പൻ ഓൾഡേജ് ഹോമിൻ്റെ മാനേജറാണ്. ഈ ഓൾഡേജ് ഹോം 6 വർഷമായി തിട്ടമംഗലത്ത് പ്രവർത്തിച്ചു വരുന്നു. ഒരുപാട് അസുഖമായിട്ട് വന്ന ഒരുപാട് രോഗികൾ അസുഖം കുറഞ്ഞ് അവർ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി ഗോഡ്സ് ഗ്ലോറിപ്പൻ അവരെ സഹായിക്കുന്നു. പിന്നെ ഈ പല സ്ഥാപനങ്ങളിൽ നിന്നും പിരിച്ചുവിടുന്ന ആൾക്കാർ നോക്കാൻ പറ്റാതെ അങ്ങനെ ദയനീയ അവസ്ഥയിൽ പലരും നമ്മളെ സ്ഥാപനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അവരെല്ലാവരും തന്നെ സുഖം പ്രാപിച്ച് സമാധാനത്തോടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേർക്ക് സാന്ത്വനമാകാൻ വേണ്ടി ഈ സ്ഥാപനത്തിൽ കഴിയുന്നുണ്ട്. ഇപ്പോഴും നടന്നു വരികയാണ്. പക്ഷേ നമുക്ക് 20 പേർക്കുള്ള പെർമിഷനേ ഉള്ളൂ. ഈ സ്ഥാപനം ഒരു വാടക കെട്ടിടത്തിലാണ് നമ്മളിപ്പോൾ നടത്തി വരുന്നത്. അതിൻ്റെതായ കുറച്ച് സ്ഥലപരിമിതികളും എല്ലാം നമുക്കുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ നമുക്ക് ഈ സ്ഥാപനത്തിൽ കൊണ്ട് അക്കോമഡേഷൻ ചെയ്യാൻ വേണ്ടി ഒത്തിരി പേര് നമ്മൾ വിളിക്കുന്നുണ്ട്, സമീപത്ത് വരുന്നുണ്ട്. പക്ഷെ നമുക്ക് എടുത്തിട്ട് അവരെ നോക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ 20 പേർക്കുള്ള പെർമിഷനേ ഉള്ളൂ. അപ്പോൾ ഈ സ്ഥാപനത്തിൽ 20 പേര് ആയിക്കഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ വേറെ സ്ഥലത്തോട്ട് ഈ സ്ഥാപനം മാറ്റുവാൻ വേണ്ടി ഇത്തിരി കൂടെ നല്ല സൗകര്യത്തിൽ, ഇത്തിരി കൂടെ ഒരുപാട് നല്ല രീതിയിൽ നോക്കാനുമുള്ള സൗകര്യത്തിലേക്ക് നോക്കാൻ വേണ്ടി നമ്മൾ ആലോചിച്ച് വരികയാണ്. അപ്പോൾ ഒരുപാട് രോഗികൾ ഇവിടെ വന്നിട്ട് അവരെ അസുഖങ്ങൾ വന്ന് സമാധാനമായിട്ട് നിൽക്കുന്നത് കൊണ്ട് സന്തോഷത്തോടെ, നമ്മൾ സ്നേഹത്തോടെയും നല്ല സന്തോഷത്തോടെയും നല്ല സ്നേഹത്തോടെയും കൂടിയാണ് അവരെ പരിപാലിക്കുന്നത്. അങ്ങനെ ഒരുപാട് പേർക്ക് ആ പരിപാലനം കിട്ടാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ വിചാരിച്ചിരിക്കുമ്പോൾ ഒരു വഹാബ് സാർ എന്നൊരു സാറ് നമുക്ക് ആ സാറ് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് ഒരു ലോണിലൂടെ നമുക്ക് പാലോട് ഒരു 46 സെന്റ് സ്ഥലം വാങ്ങാൻ വേണ്ടി സഹായിച്ചു. അപ്പോൾ നമുക്ക് ഇപ്പോൾ കെട്ടിടം കിട്ടാൻ വേണ്ടി നമ്മൾ ആലോചിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ഒരുപാട് രോഗികൾ നമ്മളെ സമീപിക്കുന്നുണ്ട്. അവരെ നോക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മളവിടെ ഒരു കെട്ടിടം കിട്ടാൻ വേണ്ടി നമ്മൾ അത് തുടങ്ങാൻ വേണ്ടി ആലോചിക്കുകയാണ്. പിന്നെ നമ്മുടെ ഈ സ്ഥാപനത്തിൽ വാടക കെട്ടിടത്തിലായതുകൊണ്ട് നമുക്കൊരു 4 വർഷത്തേക്കുള്ള ലൈസൻസാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അത് തീരാൻ വേണ്ടി ഇനി 14 മാസവും കൂടെ ഉണ്ട്. 14 മാസത്തിനകം തന്നെ ആ സ്ഥലത്ത് നമുക്ക് കെട്ടിടം കിട്ടണം. അപ്പോൾ നമ്മൾ അതിൻ്റെ ആ കെട്ടിടത്തിൻ്റെ പ്ലാൻ എല്ലാം എടുത്തിട്ട് നമ്മൾ വരച്ചു വരുന്നു. 40 ലക്ഷത്തിൻ്റെ എസ്റ്റിമേറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് കെട്ടിടം കിട്ടാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഒരുപാട് രോഗികളെ നമുക്ക് സംരക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഒരുപാട് രോഗികൾക്ക് ഒരു ആശ്രയമായി മാറുവാൻ, അവർക്ക് സമാധാനം നൽകുവാൻ, സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി ഈ സ്ഥാപനം സഹായിക്കുന്നതുകൊണ്ട് അങ്ങനത്തെ ഒരുപാട് രോഗികളെ നോക്കുന്നതിന് വേണ്ടി ഒരു പുതിയ കെട്ടിടം നല്ല രീതിയിൽ അവരെ പരിചരിക്കുന്നതിന് വേണ്ടിയിട്ടും നമുക്കിപ്പോൾ വാടക കെട്ടിലാണ്ട് ഒരുപാട് പരിമിതികളുണ്ട്. ആ പരിമിതികൾക്കപ്പുറം നല്ലതായിട്ട് ചെയ്തിട്ട് ഒരു നല്ല കെട്ടിടം കെട്ടി നമുക്ക് ഒരുപാട് രോഗികളെ നോക്കുവാനും ഒക്കെ നമുക്ക് സഹായിക്കുന്ന ഒരു കെട്ടിടം കിട്ടാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി 46 സെന്റ് സ്ഥലമുണ്ട്. അപ്പോൾ കെട്ടിടം കിട്ടാൻ 40 ലക്ഷത്തിൻ്റെ പ്രോജക്റ്റാണ് എഞ്ചിനീയർ വരച്ചു തന്നിരിക്കുന്നത്. അത് കെട്ടാൻ വേണ്ടി നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇതിൽ നിങ്ങൾക്ക് അങ്ങനെയെങ്കിലും മനസ്സിൽ ദൈവം നിങ്ങൾ മനസ്സിൽ തോന്നിക്കുകയാണെങ്കിൽ നമ്മളെ സഹായിക്കുക. നമുക്ക് ആ സഹായം എല്ലാവരും സഹായിച്ചാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ട്രസ്റ്റിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ സ്ഥലവും നമ്മൾ ട്രസ്റ്റിന്റെ പേരിലാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഗോഡ്സ് ഗ്ലോറിപ്പൻ എന്ന ട്രസ്റ്റിന്റെ പേരിലാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സ്ഥലത്ത് കെട്ടിടം കിട്ടാൻ വേണ്ടി എല്ലാവരും സഹായിക്കുക. ഗൂഗിൾ പേ നമ്പർ 9406107851. പിന്നെ സ്ഥാപനത്തിന്റെ പേരിലുള്ള QR കോഡ് ഉണ്ട്. ഇതാണ് QR കോഡ്. ഇതുപോലെ ആർക്കും നോക്കാൻ പറ്റാത്ത സാഹചര്യത്തിലുള്ള രോഗികളായ ആളെ പരിചരിക്കാൻ വേണ്ടി നമ്മൾ ഈ സ്ഥാപനത്തിന് വേണ്ടി എല്ലാവരും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.